വളരെ രുചികരമായിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പിയാണിത്, മുരിങ്ങയ്ക്ക രസം. ഇതിലെ മുരിങ്ങയ്ക്കയുടെ ടേസ്റ്റ് ഒന്നും മുന്നേ നിൽക്കില്ല. അതുകൊണ്ട് മുരിങ്ങയ്ക്ക ഇഷ്ടമില്ലാത്തവരെയും കഴിപ്പിക്കാൻ പറ്റിയ നല്ലൊരു രസമാണിത്. ഒരു സൂപ്പ് പോലെ വെറുതെ ഇങ്ങനെ കുടിക്കാനും പറ്റിയ നല്ലൊരു രസം. ഇനി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ മീഡിയം സൈസ് 3 മുരിങ്ങക്ക എടുത്തിട്ടുണ്ട്. തോലൊക്കെ ഒന്ന് ചുരണ്ടിയെടുത്ത് നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വലിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. 2ആയിട്ടോ 3ആയിട്ടോ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നടുക്കൂടെ നേർപാതിയാക്കി ഒന്ന് കീറിയെടുക്കുക. അങ്ങനെ എല്ലാ പീസിനെ നടുകെ കീറി പിളർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പരന്ന പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ടിടാം. ഈ പരന്ന പാത്രത്തിൻ്റെ അടിഭാഗത്തിൻ്റെ നീളം അനുസരിച്ചാണ് ഈ മുരിങ്ങക്ക ഓരോന്നും ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ചെറിയ 3 പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിയുടെ ആ ഞെടുപ്പ് വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് 2ആയിട്ട് മുറിച്ചെടുക്കാം. മുരിങ്ങക്കയുടെ കൂടെ തന്നെ ആ കട്ട് ചെയ്ത ഭാഗം ഒന്ന് കമഴ്ത്തി വെച്ചുകൊണ്ട് ഒന്ന് നിരത്തി വയ്ക്കുക. ഇനി ആ മുരിങ്ങക്കയുടെ 1/4 ഭാഗമോ മുഴുവനായിട്ടോ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കാം. ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിലോട്ട് വയ്ക്കാം. ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് പോലും വേണ്ട മൂടി വെക്കുകയാണെങ്കിൽ. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ആ മുരിങ്ങയ്ക്ക മാത്രമായിട്ടൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതായത് നല്ലവണ്ണം വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട് ആ മുരിങ്ങയ്ക്കയൊക്കെ. തക്കാളി പ്രത്യേകിച്ചും നല്ല പഴുത്തതായത് കാരണം അതും പെട്ടെന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ തൊലിയൊക്കെ ഒന്ന് തെന്നി മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇത് വെന്ത ഈ വെള്ളം ഞാൻ കളയത്തില്ല. തക്കാളി എടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. മുരിങ്ങയ്ക്കയുടെ തൊലിയൊക്കെ നല്ലവണ്ണം ചുരണ്ടി ചീകിയാണ് ഞാനിതിൽ എടുത്തിട്ടുള്ളത്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. തക്കാളിയുടെ തൊലി അങ്ങ് മാറ്റിയെടുക്കുക. ഞെടുപ്പ് ഭാഗം കട്ട് ചെയ്ത് തക്കാളി വെച്ചത് കാരണം ഒന്ന് പിടിക്കുമ്പോഴേ ആ തൊലിഞ്ഞ് വന്നോളും. ഇനി ഇതിന് നല്ല ചൂടൊന്ന് പെട്ടെന്ന് മാറാൻ വേണ്ടി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് തക്കാളിയും മുരിങ്ങയ്ക്കയും മാറ്റി വയ്ക്കുകയാണ്. സമയമുള്ളവരൊക്കെ ആണെങ്കിൽ ഇതേ പാത്രത്തിൽ തന്നെ ആറാൻ വേണ്ടി വെച്ചാലും മതി. ഇനി ഇതാ തക്കാളിയുടെ ചൂടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ആ മുരിങ്ങയ്ക്ക ഓരോന്നായിട്ട് അതിൻ്റെ ദശഭാഗം ഒന്ന് വടിച്ചെടുക്കണം. ഒരു ചെറിയ സ്പൂൺ വെച്ച് വടിച്ചെടുക്കാം. പെട്ടെന്ന് വരും. നല്ല സോഫ്റ്റായിട്ട് വെന്തിരിക്കുകയാണ്. നല്ല ക്ലീനായിട്ട് ദശ ഫുള്ളായിട്ട് കിട്ടും. തൊലി നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അതിൻ്റെ ദശഭാഗം മൊത്തമായിട്ട് യൂസ് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. തക്കാളി ചേർക്കാം. ഇനി ആ മുരിങ്ങയ്ക്കയും ചേർക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുത്തോണ്ട് വരണം. ആദ്യമേ വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം. വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിക്കുക. അതോടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചോണ്ട് വരാം. ഇത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ കുരുമുളക്, ഒരല്പം കൂടി ഇട്ടിട്ടുണ്ട് കുരുമുളക്. എരിയുടെ അനുസരിച്ച് ചേർക്കുക. ഇനി ഒരു 12ഓ 14ഓ വെളുത്തുള്ളി. ഇനി ഒരു 4 വറ്റൽമുളക്. ഇനി ഒരു 4ഓ 5ഓ ചെറുള്ളി, ഒരു പച്ചമുളക്, 2 തണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും ചേർക്കുക. ഇതിനെ അരച്ചെടുക്കരുത്. നിങ്ങൾക്കറിയാമല്ലോ, രസത്തിനാണ് ക്രഷ് ചെയ്തെടുക്കണം. പൾസ് മോഡിൽ ഏറ്റവും നല്ലത് ഇടിക്കല്ലിലിട്ട് ഇടിച്ചെടുക്കുന്നതായിരിക്കും. പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുപ്പിലൊരു ചട്ടി വെച്ചിട്ടുണ്ട്. പറ്റുമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടി വരട്ടെ. കുറച്ച് വറ്റൽമുളക് ചേർക്കാം, 4-5 എണ്ണം.
കറിവേപ്പിലയും ചേർക്കാം. തീ കുറച്ച് വെച്ചിട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർക്കുക. കൂടെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി അങ്ങ് ക്രിസ്പി ആവുന്നത് വരെ വഴറ്റിയെടുക്കരുത്. ഒരു 15-20 സെക്കൻഡ് കുറഞ്ഞ തീയിൽ മതിയാകും. ചട്ടിയായത് കാരണം നല്ല ചൂടുണ്ടാകും. ഇതായിട്ടുണ്ട്. ഇനി അരച്ചത് ചേർക്കാം. ഇനി ആ ജാറിനകത്ത് ഒരു 2.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. രസത്തിന് പാകത്തിന് അളവിൽ വെള്ളം ഒഴിക്കുക. ഏകദേശം ഒരു 3 ഗ്ലാസോളം വെള്ളം ആയിട്ടുണ്ട്. ഗ്യാസ് കുറച്ച് വെച്ചുകൊണ്ട് തന്നെ അടുത്ത ഐറ്റംസ് എല്ലാം ചേർക്കുക. പുളി ചേർക്കുക. ഒരു ചെറിയൊരു കഷ്ണം പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, വാളൻ പുളി അതുകൂടി ചേർത്തിട്ടുണ്ട്. ഇത് വറുത്ത ഉലുവയുടെ പൊടിയാണ്. ഒരല്പമേ ചേർക്കാവും, കൂടുതൽ ചേർത്താൽ കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാകും. ഇത് വറുത്ത് പൊടിച്ച ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്, അല്പം ചേർത്തിട്ടുണ്ട്. ഇനി ഉപ്പ് ചേർക്കുക. കായപ്പൊടി ചേർക്കാം. മിക്സ് ചെയ്തിട്ട് ഉപ്പും പുളിയൊക്കെ പാകമാണോ എന്ന് ചെക്ക് ചെയ്യുക. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം തീ അല്പം കൂടി കൂട്ടി വയ്ക്കുക. ഇവിടെ കായത്തിൻ്റെ പുളിയുടെയും അളവ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കുക. ചിലർക്ക് കായൊക്കെ കുറച്ച് മുന്നേ നിൽക്കണം. ഇനി ഇത് മൂടി വയ്ക്കാം, തിളയ്ക്കാനായിട്ട് തുടങ്ങട്ടെ. ഇതിൻ്റെ ചുറ്റിന് തിള വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ആ നടുഭാഗത്തായിട്ട് തിള ഇങ്ങനെ പൊങ്ങി വരാനായിട്ട് ഇങ്ങനെ വിതുമ്പി വരില്ലേ, ആ ഒരു സമയമാകുമ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യും. രസമെല്ലാം ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഓവറായിട്ട് അതിനെ വെട്ടി തിളപ്പിക്കാൻ വിടത്തില്ല. ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ചേറെ മല്ലിയില ഇവിടെ ചേർക്കുക. ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, ഏറെ ചേർക്കാം. ഇപ്പോൾ ഈ രസം കണ്ടു കഴിഞ്ഞാൽ ഇത് മുരിങ്ങയ്ക്ക ചേർത്തായിട്ട് ആർക്കും അറിയില്ല. ടേസ്റ്റിൽ മുരിങ്ങക്കായുടെ ആ ഒരു ടേസ്റ്റ് മുന്നേ ഒന്നും നിൽക്കില്ല. അപ്പോൾ മുരിങ്ങയ്ക്ക കഴിക്കാത്തവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. സൂപ്പ് പോലൊക്കെ വെറുതെ രസം കുടിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നുപോലെ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.